അന്ത്യനാൾ ഇസ്ലാമിക കാഴ്ചപ്പാടിലൂടെ അല്ലാഹുവിന്റെ ഈ അതിവിശാലമായ പ്രപഞ്ചത്തിന് ഒരു നിശ്ചിത കാലാവധിയുണ്ട്. സ്രഷ്ടാവായ അല്ലാഹു നിശ്ചയിച്ച ആ സമയമെത്തിയാൽ ഈ ഭൂമിയും ആകാശങ്ങളും നക്ഷത്രങ്ങളുമെല്ലാം തകർക്കപ്പെടും എന്ന സത്യമാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഖുർആൻ അന്ത്യനാളിനെക്കുറിച്ച് പറയുന്നത് വളരെ ഗൗരവമേറിയതും ചിന്തിപ്പിക്കുന്നതുമാണ്. ആകാശം പൊട്ടിപ്പിളരുകയും നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയും സമുദ്രങ്ങൾ ഇളകിമറിയുകയും പർവ്വതങ്ങൾ കടഞ്ഞ കമ്പിളി കണക്കെ പാറിനടക്കുകയും ചെയ്യുന്ന ആ ഭയാനകമായ ദിനം ഓരോ വിശ്വാസിയുടെയും ചിന്തയിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്. അന്ത്യനാളിന് മുന്നോടിയായി പല അടയാളങ്ങളും ഈ ലോകത്ത് പ്രത്യക്ഷപ്പെടുമെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി പഹീസൈൻ നമ്മെ അറിയിച്ചിട്ടുണ്ട്. നീതി കുറയുകയും അനീതി വർദ്ധിക്കുകയും ചെയ്യുക, വിശ്വാസവും അറിവും ലോകത്തുനിന്ന് ഉയർത്തപ്പെടുക, അറിവില്ലാത്തവർ അധികാരത്തിൽ വരിക തുടങ്ങിയ ചെറിയ അടയാളങ്ങൾ മുതൽ ദജ്ജാലിന്റെ വരവ്, ഈസാ നബിയുടെ ഇറക്കം, കിഴക്കുനിന്നും സൂര്യൻ ഉദിക്കുക തുടങ്ങിയ വലിയ അടയാളങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ ആ നിശ്ചിത സമയം എപ്പോഴാണെന്ന് അല്ലാഹുവിന് മാത്രമാണ് അറിയാവുന്നത്. ജിബ്രീൽ മാലാഖ പ്രവാചകനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചോദിക്കപ്പെടുന്ന ആളെക്കാൾ ചോദിക്കുന്ന ആൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്നായിരുന്നു മറുപടി. ഖിയാമത്ത് നാൾ എന്നത് കേവലം ഒരു തകർച്ചയല്ല, മറിച്ച് മനുഷ്യൻ ഈ ഭൂമിയിൽ ചെയ്ത നന്മതിന്മകൾക്ക് കൃത്യമായ കണക്ക് ബോധിപ്പിക്കേണ്ടുന്ന ഒരു വിചാരണാവേള കൂടിയാണ്. ഓരോരുത്തരും ചെയ്ത ചെറിയ അളവ് നന്മയും തിന്മയും അന്ന് തൂക്കിനോക്കപ്പെടും. അവിടെ അധികാരമോ പണമോ സ്വാധീനമോ ആർക്കും രക്ഷയാവില്ല. ഭയവിഹ്വലമായ ആ നിമിഷത്തിൽ അല്ലാഹുവിന്റെ തണലും കാരുണ്യവും ലഭിക്കുന്നവർ മാത്രമായിരിക്കും വിജയികൾ. മരണം എന്നത് ഒരു അവസാനമല്ല, മറിച്ച് പരലോകമെന്ന ശാശ്വതമായ ജീവിതത്തിലേക്കുള്ള ഒരു വാതിൽ മാത്രമാണ്. അതുകൊണ്ടുതന്നെ അന്ത്യനാളിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മെ ഭയപ്പെടുത്താനല്ല, മറിച്ച് ഈ ജീവിതം സൂക്ഷ്മതയോടെയും അല്ലാഹുവിന്റെ പ്രീതിക്കനുസരിച്ചും ജീവിക്കാനാണ് പ്രേരിപ്പിക്കേണ്ടത്. നമ്മുടെ സ്നേഹവും കരുണയും ഇബാദത്തുകളും അല്ലാഹുവിനായി സമർപ്പിക്കുക. പരലോക വിജയത്തിനായി ഈ ദുനിയാവിൽ നിന്ന് നന്മകൾ സമ്പാദിക്കുക. കാരണം ഈ ലോകം ഒരു പരീക്ഷണശാലയാണ്. ഇതിന്റെ അന്ത്യം മറ്റൊരു അനശ്വരമായ ലോകത്തിന്റെ ഉദയമാണ്.